ഏതെങ്കിലും ഒരു ഭർത്താവ് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കയ്യിലൊന്ന് പിടിച്ചാൽ ആ കൈകളുടെ വിരലുകൾക്കിടയിലൂടെ പടച്ചറപ്പവരുടെ പാപം പുറത്തു കൊടുക്കുകയാ. ഭർത്താവ് തന്റെ ഭാര്യയുടെ മുഖത്തേക്ക് സ്നേഹത്തോടെ ഒന്ന് നോക്കിയാൽ അള്ളാഹുവിന്റെ കരുണ ഇറങ്ങുകയാണ്, പടച്ചവന്റെ കാരുണ്യം ഇറങ്ങുകയാണ്, പടച്ചവന്റെ കാരുണ്യം ഇറങ്ങുകയാണ്. അള്ളാഹുവിന്റെ കാരുണ്യം ലഭിച്ച ലം യുഅദിബുഹു അബദാ, അല്ലാഹ് പിന്നെ ഒരിക്കലും അവനെ ശിക്ഷിക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അള്ളാഹുവിന്റെ കാരുണ്യം ലഭിച്ച ആ കുടുംബം രക്ഷപ്പെട്ടു. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ, അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. 3, ഭർത്താവ് ഭാര്യയുടെ മുഖത്ത് നോക്കി ചിരിക്കണം. ചിരിക്കുവോ? ചിരിക്കുവോ? പറ, ചിരിക്കുവോ? ചിരിക്കൂല. ചിരിക്കുമെന്ന് നിയ്യത്ത് ചെയ്യുന്നവർ കൈപൊക്ക്, ഞാൻ പ്രതിഫലം പറയാം. കൈപൊക്കാത്തവൻ രണ്ടാമതിന് പൊക്കത്തില്ലട്ടാ. രണ്ടാമത് ഒന്നുകൂടെ പറഞ്ഞിട്ട് പൊക്കിയില്ല. പൊക്കിയല്ലോ, പൊക്കിയല്ലോ, നല്ലപോലെ പൊക്ക്, നല്ലതുപോലെ പൊക്ക്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. മരിച്ചു കിടക്കുമ്പോൾ നിന്റെ മുഖത്ത് ഈ ചിരി കാണാം. കണ്ടിട്ടുണ്ടോ? ചില മഹാന്മാര് കിടക്കുന്നത് കണ്ടിട്ടുണ്ടോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിലരൊക്കെ മരിച്ചു കിടന്നത് എങ്ങനാ? മുഖത്ത് പിന്നെയും നോക്കാം. സാധാരണ മയ്യത്തിന്റെ മുഖത്ത് അങ്ങനെ നോക്കാൻ പാടില്ല എന്നാ. സാധാരണ പള്ളിക്കാട്ടിലെ മീസാൻ കല്ലിൽ പോലും നോക്കാൻ പാടില്ല അധികമായിട്ട്, കാരണം ഓർമ്മക്കുറവുണ്ടാവുന്ന. മീസാൻ കല്ലിൽ പോലും അമിതമായിട്ട് നോക്കാൻ പാടില്ല. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ പയ്യക്കി ഉസ്താദ്, അള്ളാഹു അവിടുത്തെ കബറുടെ സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ. എന്തിനാ ചങ്ങായിമാരെ അങ്ങോട്ടൊക്കെ പോകട്ടെ? നിങ്ങളുടെ മുറ്റത്ത് കിടക്കുന്ന മഹാനായിരുന്നല്ലോ പയ്യക്കി ഉസ്താദ്. ഉസ്താദിന്റെ മുഖം കണ്ടാൽ നിങ്ങൾ മരിച്ചിടന്നപ്പോ നിങ്ങൾ കണ്ടതല്ലേ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്രയോ ജബ്ബാർ ഉസ്താദിന്റെ മുഖം മറന്നുപോയോ? ജബ്ബാർ ഉസ്താദിന്റെ മുഖം കിലോമീറ്ററുകളോളം നിങ്ങളൊക്കെ ക്യൂ നിന്നിട്ട് പോയി കണ്ട മുഖം, പിന്നെയും ആ ചിരിക്കുന്ന മുഖം, അതൊരു ചിരിയ സഹോദര, അതൊരു ചിരിയ സഹോദര. അവരൊക്കെ ചിരിച്ചുകൊണ്ട് കിടന്നു. നമുക്കൊന്ന് പുഞ്ചിരിക്കാനെങ്കിലും അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. നമുക്ക് ചിരിക്കണ്ട, ഒന്ന് പുഞ്ചിരിക്കാനെങ്കിലും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഭാര്യയും ഭർത്താവും പരസ്പരം സ്നേഹത്തോടെ, ഭാര്യ ഭർത്താവിൻ്റെ മുഖത്ത് നോക്കുമ്പോൾ, ഭർത്താവ് ഭാര്യയുടെ മുഖത്ത് നോക്കുമ്പോൾ ഒന്ന് പുഞ്ചിരിക്ക്. ആ പുഞ്ചിരി മരിച്ചു കിടക്കുമ്പോൾ നിന്റെ മുഖത്തുണ്ടാകും. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ചിരിക്കൂലേ? ഒന്ന് നിയ്യത്ത് ചെയ്യുന്നവരൊക്കെ കൈവക്കിക്ക്. വീട്ടിൽ പോയി ചിരിച്ചു പോക്ക്. ഭാര്യ വിചാരിക്കുക ഇളവിയെന്ന്. ഇന്നെങ്ങാണം വീട്ടിൽ പോയിട്ട് ഉസ്താദി പറഞ്ഞത് കേട്ടത് കാരണം വീട്ടിൽ പോയി നിന്നിട്ട് ഭാര്യ ഇങ്ങനെ രാത്രി വന്ന് വാതിൽ തുറക്കുമ്പോൾ ഇങ്ങനെ നിന്നിട്ടൊരു ചിരിയ, അവള് വിചാരിക്കും അള്ളാണ് ശൈത്താനെങ്ങാണ്ടോ കൂടി. മിക്കവാറും പള്ളിയിലെ ഹത്തീബിന്റെ അടുത്ത് തന്നെ പോണം. കാരണം ചരടബോധന, കാരണം ചിരിക്കുക. കാരണം നമ്മളൊക്കെ ഒന്ന് സഹോദര, നമ്മളൊന്ന് ചിരിച്ചു നോക്ക്. നമ്മുടെ ഭാര്യ എന്നെ ചോദിക്കും, നീക്ക് ചിരിക്കാൻ അറിയുമോ എന്ന്. കാരണം നമ്മൾ അതിൽ പോലും പിശുക്കത്തരം കാണിക്കുന്നവരാ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. പക്ഷെ വല്ലവന്റെ ഭാര്യയെ കാണുമ്പോൾ എന്താ ചിരി അല്ലേ? അടുത്തുള്ള ആമിനാത്ത, അയൽവാസിയായ ആമിനാത്തായ കാണുമ്പോൾ സുഖമാണോ, എന്തൊക്കെയായില്ലേ? സ്വന്തം പെണ്ണുമ്പിള്ളയെടുത്ത് ചോദിക്കാറുണ്ടോ, നീ വല്ലതും കഴിച്ചോന്ന്? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ തമാശ പറഞ്ഞതല്ല. എല്ലാവരും റബീഉൽ അവ്വൽ എത്തുമ്പോൾ മുത്തുനബിയുടെ വഫാത്താ പറയുന്നത്. ഞാനൊന്ന് മാറ്റിപ്പിടിച്ചതാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതമാണ് നമുക്ക് പഠിക്കേണ്ടത്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, പുഞ്ചിരിക്കുന്ന മുഖം. അവിടുന്ന് ചരിത്രം പറയുന്നുണ്ട്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, ഞാൻ ഒരു ദിവസം എൻ്റെ വീട്ടിലിരുന്നു കൊണ്ട് സൂചി തച്ചുകൊണ്ടിരിക്കുകയാ. അങ്ങനല്ലേ, തെക്കിതാന്നല്ലേ പറയാ, സൂചി എന്നല്ലേ പറയാ. ഇവിടെ എന്തിനും വേറെ പേര് പറയോ? ഇങ്ങനെ തച്ചുകൊണ്ടിരിക്കുക. ആ തച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തൻ്റെ കയ്യിൽ നിന്ന് സൂചി താഴെ വീണു. അപ്പൊ സൂചി ഇങ്ങനെ തെരഞ്ഞുകൊണ്ടിരിക്കുമ്പോ മഹാനായി നബി മുഹമ്മദ് മുസ്തഫ മുത്തുനബി വീടിൻ്റെ അകത്ത് കയറി വന്നു. പ്രവാചകന്റെ മുഖത്തെ ചിരി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്തെ പുഞ്ചിരി കാരണം താഴെ വീണ സൂചി കണ്ടെടുത്തു എന്ന് ചരിത്രം പറയുന്നു. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഭാര്യമാർ, നമ്മുടെ പെൺമക്കൾ, അവരെ തയ്ക്കാൻ പഠിപ്പിക്കണം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എന്ത് പഠിപ്പിക്കണം? IPS-ന്, IAS-ന്, എഞ്ചിനീയർ, കളക്ടർ ഇല്ലേ, എല്ലാം പഠിപ്പിക്കുന്നു. എങ്കിൽ ഒരു വാപ്പയുടെ കടമയാണ് തൻ്റെ മകൾക്ക് തയ്ക്കാൻ പഠിപ്പിക്കൽ. അതിനെന്താ ഇവിടെ പറയുക?
ആ, നിങ്ങളുടെയൊക്കെ ഭാര്യമാരിൽ ആരുടെയൊക്കെ ഭാര്യമാർക്ക് തയ്ക്കാൻ അറിയാവുന്ന കൈവക്കിക്കേ. ആ, പെൺമക്കളെ പഠിപ്പിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ് പെൺകുട്ടികളെ തയ്ക്കാൻ പഠിപ്പിക്കണം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നല്ല ബിസിനസ്സാ ചങ്ങാതി. ഇവിടെയൊക്കെ ഈ പെണ്ണുങ്ങളുടെ ചുരിദാർ ഒരെണ്ണം തയ്ക്കണമെങ്കിൽ എത്ര രൂപയാ? ഞങ്ങളുടെ നാട്ടിൽ 350 രൂപ കൊടുക്കണം. ഇവിടെ എത്ര? അപ്പൊ രക്ഷപ്പെടാനുള്ളൊരു മാർഗമാ തയ്ക്കാൻ.